ഇപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിലോട്ട് പോകാനായിട്ട് 3 കൊടുക്കും. ഇത് ഗിയറാണ്. ഗിയർ ആക്സിലേറ്ററിൽ കൂടിയുള്ള സംഭവം. ഒരു തവണ നല്ലൊരു കോള് പിടിച്ചിട്ടുണ്ട്, 25 മിനിറ്റ് കോള് പിടിച്ചിട്ടുണ്ട്. എൻ്റെ പേര് കിഷോർ കുമാർ എന്നാണ്. ഞാൻ ഇവിടെ ബോട്ട്സ് റാങ്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ മുഹമ്മദ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ സർവീസ് കയറിയിട്ട് 13 വർഷമായി. സ്റ്റാർട്ടാക്കിയ ശേഷം നമ്മൾ ബെല്ല് കൊടുക്കും. സ്റ്റാർട്ടായ ശേഷം ഒരു ബെല്ല് കൊടുത്താൽ ജസ്റ്റ് ബോട്ട് എടുത്ത് തുടങ്ങും, ഡെഡ് സ്ലോ. പിന്നീട് ഒരു 4 ബെല്ല് കൊടുക്കുക, അപ്പോൾ ഒരു പകുതി വേഗതയായി. പിന്നൊരു 3 ബെല്ല് കൊടുക്കുമ്പോൾ ഫുൾ സ്പീഡായി. പിന്നെ നമ്മൾ നിർത്തുന്നതിന് മുമ്പായിട്ട് ഒരു 4 ബെല്ല് കൊടുക്കും, പകുതി സ്പീഡ്. പിന്നെ ഒരു ബെല്ല് കൊടുക്കും, ഡെഡ് സ്ലോ. പിന്നെ 1 കൊടുത്താൽ ന്യൂട്രൽ. പിന്നെ 2 കൊടുത്താൽ റിവേഴ്സ് നിർത്തും. ഈ പ്രൊസീജിയർ തന്നെ പിന്നെ അടുത്ത സ്റ്റോപ്പിലോട്ടും. അത് ഇവിടെ കുമരകത്തൊക്കെ തിരിക്കാൻ നേരത്ത് നമ്മൾ ലസ്കർമാരാണ് തിരിക്കാറ്. ഒരു കുത്തി തിരിക്കുക, ഒഴുക്കിന് തിരിക്കുകയൊക്കെ ചെയ്യാറ്. പക്ഷെ അല്ലാതെ ഇപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ഓടിച്ച് തിരിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ അങ്ങനെ സ്ലാങ്ങിന് തിരിക്കുന്നതിൽ വലിയ റോളില്ല. മുഹമ്മയിൽ ഓടിച്ചാൽ തിരിക്കാറ്. കുമരകത്ത് കുത്തി തിരിക്കുക. കുമരകം ഇടുങ്ങിയ സ്ഥലമാണ്. നമുക്ക് ഒരു ഈ ബോട്ട് കഴിഞ്ഞിട്ട് 18 മീറ്റർ ഉണ്ട്. തോടിന് വീതി ഒരു 24 മീറ്റർ ഒക്കെ ഉള്ളു. അതിനുള്ളിൽ തിരിക്കണത് 24 മീറ്റർ അല്ല, ഒരു 22 മീറ്റർ ഉണ്ടാവും. അല്ല, സാധാരണ ഡ്രൈവർമാർ പുഴയിലാണ്. നമ്മൾ ഇത് പോർട്ട് ടീമാണ്. പോർട്ട് ടീം അനുസരിച്ച് ബാക്കിലാണ് ഡ്രൈവർമാർ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ സ്ലാങ്കാണ് മുന്നിൽ ഇരിക്കുന്നത്. സ്ലാങ്ങിൻ്റെ ബെല്ലിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇത് എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പാനൽ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലാങ്ങിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ എല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത്. ലോഗ് ബുക്ക് വെച്ചാൽ നമ്മൾ സർവീസ് സ്വന്തമായിട്ട് എഴുതുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്കാണ്. അത് വേറൊന്നുമല്ല. ഇത് ടെമ്പറേച്ചറുണ്ട്, ഓയിലുണ്ട്, ആംബിയർ മീറ്ററുണ്ട്. ഇത്ര മീറ്ററുണ്ട്. ഇത് സെൻസറാണ്. ഇത് കള്ളിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കള്ളി, ഇത് 3 പാർട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കള്ളി വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിസിലടിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അല്ലാതെ സെൻസർ അടിക്കുന്നത് ഏത് കള്ളിലാണെന്ന് വെച്ചാൽ വേണ്ട ഈ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്, ഓരോരോ കള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കള്ളിനനുസരിച്ച് ഇതറിയാൻ പറ്റും നമുക്ക്. ഇത് ഗിയറാണ്. ഗിയർ ആക്സിലേറ്ററിൽ കൂടിയുള്ള സംഭവം. റൂട്ട് ഇവിടെ തന്നെ റൂട്ട്. ഇത് നല്ല കോള് വന്നു കഴിഞ്ഞാൽ നല്ല മഴയത്ത് നല്ല കാറ്റും കോളും ഉണ്ടെങ്കിൽ ഇവിടെ ബോട്ട് ട്രോൾ ചെയ്യും. അത്രയ്ക്ക് നല്ല ഭയാനകമായിട്ടാണ് നമുക്കിവിടെ പോകുന്നത്. വളവുകളിലൊക്കെ നമ്മൾ നീട്ടി അടിക്കണം, ലോങ് ബ്ലാസ്റ്റ് അടിക്കണം. അപ്പം ഏറ്റവും ഓപ്പോസിറ്റ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട്. ഇത് സെർച്ച് ലൈറ്റ് ആണ്. സെർച്ച് ലൈറ്റ് നമ്മളിപ്പം ചുറ്റുപാടും രാത്രിയൊക്കെ അടിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള 2 ലൈറ്റുകൾ കാണും. 2 ഹെഡ് ലൈറ്റ് ഉണ്ട്. ഒന്ന് മഞ്ഞ, ഒരു നോർമൽ ലൈറ്റ്. പിന്നെ ഉള്ള സെർച്ച് ലൈറ്റാണ്. അത് വളരെ ദൂരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിലോട്ട് പോകാനായിട്ട് 3 കൊടുക്കും. 3 വല്ല ഫുൾ സ്പീഡ്. ഇത് ടണ്ണേജ് ഉള്ള ഇതൊക്കെ ഇത് എത്ര സ്പീഡ് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഇരിക്കുന്നത് ലൈലാൻഡ് എഞ്ചിൻ തന്നെ. പക്ഷേ ഇതിന് ടണ്ണേജ് കൂടുതലാണ്. ഇതിനൊക്കെ ഒരു 45 തൊട്ട് 48 ടൺ വരെ ഉണ്ട് ഈ ബോട്ടുകൾ, ഈ വണ്ടി കയറ്റുന്ന ബോട്ടുകൾ. നമ്മൾ നേരത്തെ പറയുന്നത് 9.5 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നത്. അതിനകത്ത് 9 കിലോമീറ്റർ കായലും 500 മീറ്റർ തോടുമാണ്. പക്ഷേ സ്കൂളിൽ ഇപ്പോൾ അടിച്ചു നോക്കുമ്പോൾ 7.7 കാണിക്കുന്നത്. ഒരു തവണ നല്ലൊരു കോള് പിടിച്ചിട്ടുണ്ട്, 25 മിനിറ്റ് കോള് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഈ കോമ്പസും ബോയ കാണാതെ വന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത്ര കനത്ത മഴയായിരുന്നു. പക്ഷേ കോമ്പസും അതിനോടൊപ്പം തന്നെ GPS കൂടെ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ പോയി കയറി. ഒട്ടും മാറിയില്ല. ടൂട്ടിയാലിൽ തന്നെ പോകാൻ പറ്റും. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കനത്ത മഴയും കാറ്റും ഉള്ളപ്പോൾ ബോയ കാണാതെ വരും. കനത്ത മഴയും കാറ്റുള്ള ബോയ കാണാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ കോമ്പസ് ഉണ്ട്, കോമ്പസിൽ പോകാൻ പറ്റും.